കാപ്പൻ ഈ ഫിയസ്റ്റ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. വന്ന് കൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഡാൻസ് പ്രോഗ്രാംസ് ആണെങ്കിലും അതുപോലെ ഈ സ്റ്റേജും ഇവിടുത്തെ ആൾക്കാരും ഭക്ഷണവും എല്ലാം നല്ലതായിരുന്നു. വളരെ നന്ദി. താങ്ക് യു. ചേട്ടന്റെ പേരെന്താണ്? അനു. ചേട്ടൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണോ കാപ്പന്റെ പ്രോഗ്രാമിന് വരുന്നത്? പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടോ? പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ്? വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല കോർഡിനേഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാമായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. കാപ്പൻ ഈ ഫിയസ്റ്റയെ കുറിച്ച് പാമി സ്റ്റാലിയൻസിന്റെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. ഇന്ന് അടിപൊളി പ്രോഗ്രാമായിരുന്നു. അത് പ്രത്യേകിച്ച് പാമി സ്റ്റാലിയൻസിന് ഇവരൊരു ഹോണർ തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് കാപ്പൻ. നമ്മുടെ ഒരു സ്വന്തം ഫാമിലി പോലെ നമ്മൾക്കിവിടെ ഇന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. അതായത് ഇവിടെ വലിപ്പ ചെറുപ്പം ഇല്ല, എല്ലാവരും ഒരേപോലെ. താങ്ക് യു സോ മച്ച് കാപ്പൻ. താങ്ക് യു ഓൾ. ഏബൽ, ഇന്നത്തെ ഈ ഫിയസ്റ്റ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏബലിന് ഇഷ്ടപ്പെട്ടോ? പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ല പരിപാടിയായിരുന്നു. ഇങ്ങനെ എല്ലാവരുടെയും കഴിവുകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ കമ്മിറ്റി മെമ്പേഴ്സ് ഇനി ശ്രമിക്കണം. അപ്പോൾ പ്രോത്സാഹിക്കാനാണ്. ഇങ്ങനത്തെ നല്ല പരിപാടികൾ ഇനിയും പോരട്ടെ. രമ്യ, കാപ്പൻ ഈ ഫിയസ്റ്റയുടെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് എന്താ ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. പിന്നെ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടി മൂന്നും കൂടെ ഒരുമിച്ചാക്കിയിട്ട്. അത് നല്ലൊരു ഇവന്റ് ആയിരുന്നു. ഒരു എക്സ്ട്രാ മിഡ് ഇയർ ഉണ്ടായിരുന്നത് അത് നല്ലൊരു ഗെറ്റ് ടുഗദർ മാതിരി തോന്നുന്നു. നല്ല പരിപാടികൾ, നല്ല സ്റ്റാൻഡേർഡുള്ള പരിപാടികളായിരുന്നു. കാപ്പന്റെ ഈ ഫിയസ്റ്റ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളിയായിരുന്നു. ഞാൻ പൊതുവിലങ്ങളിലുള്ള പരിപാടി കൂടുതലല്ല, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. താങ്ക് യു. ഷമാഷിനോട് നമ്മൾക്ക് കാപ്പൻ ഈ ഫിയസ്റ്റയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. പൊതുവെ നല്ല നിലവാരം പുലർത്തിയിരുന്നു. നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഫാർ ഗുഡാണ്. അഖിൽ, കാപ്പൻ ഈ ഫിയസ്റ്റ പ്രോഗ്രാം ഒക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. എന്താ ഫുഡൊക്കെ കഴിച്ചോ? നല്ലായിരുന്നോ? കാപ്പന്റെ പരിപാടി അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. എല്ലാ പരിപാടിയും നല്ല ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. കാപ്പന്റെ പരിപാടി ഈ ഫിയസ്റ്റ പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്തോ? ഇഷ്ടപ്പെട്ടോ? നല്ല പരിപാടിയായിരുന്നു. നാട്ടിലെ പോലെയൊക്കെ തോന്നിയോ? തോന്നിയോ? നമ്മുടെ മലയാളത്തിന്റെ ഒരു പരിപാടിയായിട്ട് തോന്നി. ഹലോ ജിബു ചേട്ടാ, ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പ്രോഗ്രാം ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി. അടിപൊളി പരിപാടിയായിരുന്നു. പാമിയിലുള്ള ഇത്രയും പിള്ളേരെ പൊക്കിക്കൊണ്ട് വന്നതില്ല, അവരുടെ എല്ലാ കഴിവുകളും കാണിക്കത്തക്ക രീതിയിൽ അവരെ എൻകറേജ് ചെയ്ത് അവരെ സ്റ്റേജിൽ കയറ്റിയുള്ള പരിപാടികൾ അവതരിപ്പിച്ചതിന് ശീതളിനൊരു പ്രത്യേക താങ്ക്സ്. ശീതളിന് മാത്രമല്ല, ഇതിന് പേരിൽ ഒരുപാട് പേര് എന്നെ പഠിപ്പിച്ചെന്നറിയാം. അവർക്കെല്ലാം ഒരു താങ്ക്സ്. ഈ അസോസിയേഷൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ലോക്കലി ഉള്ള നമ്മളിവിടെ റെസിഡൻസ് ആയിട്ടുള്ള പിള്ളേരെ എൻകറേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ഐ ഓൾവേസ് അപ്രീഷിയേറ്റ്. താങ്ക് യു സോ മച്ച്. സുബിൻ, കാപ്പൻ ഈ ഫിയസ്റ്റ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുഡ് അടിപൊളിയായിരുന്നു. ആരാധന അതിന്റെ ബാക്കിലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഫുഡ് നല്ലായിരുന്നു. പായസം ഞാൻ കഴിച്ചില്ല, പക്ഷേ ബിരിയാണിയും അപ്പം കറിയും ഞാൻ കഴിച്ചു. വളരെ നല്ലായിരുന്നു. പായസം ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു 3 കോഴ്സ്, ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും ഈദിന്റെയും കൂടെ ഫുഡ് ഒരുമിച്ചൊരു? തീർച്ചയായിട്ടും. ഞാൻ വന്നിട്ട് ഇപ്പം 5 വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ 3 പരിപാടി കൂടിയിട്ട് ഒരുമിച്ച് ആഘോഷിക്കുന്നത്. വളരെ അടിപൊളിയായിരുന്നു. താങ്ക് യു സുബിൻ. റീന ചേച്ചി, കാപ്പന്റെ ഈ ഫിയസ്റ്റ പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. നല്ല പരിപാടികളായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യാൻ പോണേ. 13 വർഷമായിട്ട് ഇവിടെ ഇതൊക്കെ എൻജോയ് ചെയ്ത് ഇനി ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. റീന ചേച്ചിയും ജോബി ചേട്ടനും ഒക്കെ ഓസ്ട്രേലിയക്ക് പോവാണ്. അപ്പോൾ അവര് നമ്മുടെ കാപ്പന്റെ പ്രോഗ്രാംസ് ഒക്കെ മിസ് ചെയ്യും എന്നാണ് പറയണേ. വി വിൽ മിസ് യു ടു. ഇവരാണ് റിയൽ യൂത്ത് ഓഫ് പാമി. നമുക്ക് ഇവരോട് ചോദിക്കാം കാപ്പന്റെ ഈ ഫിയസ്റ്റ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഫിയസ്റ്റ? നിങ്ങളൊക്കെ എൻജോയ് ചെയ്തോ? നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരിപാടി നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും കൂടാൻ പറ്റും. Yeah, it was really good. Yeah, it's nice to see everybody around here coming together, expressing their cultures. Yeah.
Yeah, it was a really fun evening. Yeah. നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം അറിയാലോ, നമ്മളെപ്പോലുള്ള നഴ്സുമാർക്ക് ആകെ കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ്. സോ നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ഫുഡ് സൂപ്പർ, അടിപൊളി, രക്ഷയില്ല. പായസം കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല സൂപ്പർ ഫുഡായിരുന്നു. എല്ലാം നല്ല പ്രോപ്പർ ആയിട്ടായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. ഈവൻ ടൈം ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. താങ്ക് യു.